ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു വെറൈറ്റി ആംഗിളിലൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഇതൊരു ഡെയിലി ലൈഫോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നിങ്ങളുടെ അടുത്തോട്ട് ഇന്ന് വന്നിരിക്കുന്നത്. കുറേ നാളായില്ലേ നമ്മളിങ്ങനെയൊക്കെ സംസാരിച്ചിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയപ്പോൾ ഞാൻ ആദ്യം ഒരു 3 വർഷം മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ദുബായിലെ കുറച്ച് വ്ളോഗ്സ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിലെ പെട്ടെന്നൊരു വീഡിയോ ഇട്ടു. അത് ഇനി കുറെ നാൾ വരാനൊക്കെയല്ല, പെട്ടെന്ന് ഇത് ഇപ്പൊ പിന്നെ വീഡിയോസ് തുടങ്ങിക്കണം. അപ്പൊ ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്തു. അപ്പൊ അതൊന്നും തരാനും, അത് എന്താ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് എനിക്ക് സംഭവിച്ചതെന്ന് നിങ്ങളുടെ അടുത്ത് പറയാനും, കൂടെ ഇനി ഓസ്ട്രേലിയയിലോട്ട് വരാൻ പോകുന്ന ആൾക്കാർക്ക് എന്തൊക്കെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്നും കൂടി വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ പോലെ ഇതിനെ കണക്കാക്കാം. അപ്പൊ നിങ്ങളെ മാക്സിമം ബോറടിപ്പിക്കാതെ ഞാൻ ശ്രമിക്കും. ഇനി അഥവാ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഗൈസ്. എന്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഗ്രീന മറിയം ബേസിൽ. എന്നെ എല്ലാവരും നോനു എന്ന് വിളിക്കും. ഇപ്പോ ഞാൻ ഓസ്ട്രേലിയയില് ക്യൂൻസ്ലൻഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റില് ടൂംബ എന്ന് പറഞ്ഞ സ്ഥലത്ത് യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ ക്യൂൻസ്ലൻഡ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗ് ചെയ്യുവാണ്. ഇപ്പോൾ 2nd ഇയർ ആണ്. ഇനി അടുത്ത ഈ സെമ്മും കൂടി കഴിഞ്ഞ അടുത്ത സെമ്മ് 3rd ഇയറിലോട്ട് ഞാൻ കയറുകയാണ്. അടുത്ത വർഷം ഒരു ജൂലൈ ഓഗസ്റ്റോട് കൂടി ഗ്രാജുവേറ്റ് ആയി നഴ്സ് ആകുവാണ് ഗൈസ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു 3-4 വർഷം മുമ്പാണ്. എനിക്ക് തോന്നുന്നത് കോവിഡിന്റെ ഒക്കെ ഒരു സമയത്ത് ചുമ്മാ ഞാനും എൻ്റെ അനിയനും കൂടി ഒരു വീഡിയോ അങ്ങ് എടുത്തിട്ട് പിന്നെ പല പല വീഡിയോസ് ആയിട്ട് അങ്ങ് തുടങ്ങിയതാണ്. നമ്മുടെ ചാനൽ ഇപ്പോഴും മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. നമുക്ക് 485 സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ അങ്ങനെ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണിത്. അത് കഴിഞ്ഞിട്ട് ഞാൻ +2 പഠിക്കുമായിരുന്നു. ആ സമയത്ത് +2 കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ നീറ്റ് എക്സാം എഴുതി. എനിക്ക് പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, MBBS എടുക്കണം എന്നൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നീറ്റ് എക്സാം എഴുതി. പക്ഷെ ആഗ്രഹം മാത്രം പോരല്ലോ ഗൈസ്, എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിക്കുകയും വേണമല്ലോ. അത് ഞാൻ ചെയ്തില്ല മര്യാദയ്ക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് നീറ്റ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ 1 ഇയർ കളഞ്ഞു പിന്നെയും പഠിച്ചു. എന്നിട്ടും നീറ്റ് എനിക്ക് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത എന്തെങ്കിലും കരിയറിൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ഡിസിഷൻ ആയിരുന്നു. നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ എപ്പോഴും ഉണ്ടായിരുന്നു. നീറ്റ് ഇല്ലെങ്കിൽ അടുത്ത പ്ലാൻ എബ്രോഡ് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ വിടുക, മെഡിക്കൽ ഫീൽഡ് ഏതെങ്കിലും വിടുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നഴ്സിംഗ് ആകുമ്പോൾ നമ്മുടെ ജോബ് ഇച്ചിരി സെക്യൂർഡ് ആണല്ലോ, അതുകൊണ്ട് നഴ്സിംഗ് തീരുമാനിച്ചു. അങ്ങനെ ഒരു 2-3 കൺട്രി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചു. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അങ്ങനെ കാനഡ, അങ്ങനെ കുറച്ച് കൺട്രീസ് നോക്കി. അങ്ങനെ നമ്മളൊരു ഏജൻസി IDP എന്ന് പറഞ്ഞ ഏജൻസി വഴി ഞാൻ പ്രൊസീജിയേഴ്സ് ചെയ്ത് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്ക് PT എന്ന് പറഞ്ഞ എക്സാം എഴുതിയിട്ടാണ് വന്നത്. PT എന്ന് പറഞ്ഞാൽ IELTSന്റെ പോലെ തന്നെ ഇവിടെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് PTE. അങ്ങനെ ഞാൻ നാട്ടിൽ പോയി PTE എഴുതി പാസ്സായി, വിസയ്ക്ക് വെച്ച് ഇങ്ങോട്ട് വരിക ചെയ്തേ. പക്ഷെ എനിക്ക് 1 ഇയർ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ, നീറ്റ് എക്സാം എഴുതി എനിക്ക് 1 ഇയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ SOP ഇല്ലേ, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, നമ്മൾ വിസയ്ക്ക് വെക്കുമ്പോൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസിൽ എനിക്ക് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് എഴുതാനായിരുന്നു എന്തുകൊണ്ടാണ് ഈ 1 ഇയർ ഗ്യാപ്പ് വന്നേന്ന്. അപ്പോൾ അത് ഞാൻ എത്രത്തോളം നീറ്റിന്റെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ സമയത്ത് വിസ റിജക്ഷൻ ഒക്കെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ വിസ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായില്ല. ഞാൻ ജൂലൈ 1 വിസ വെച്ചെങ്കിൽ എനിക്ക് ജൂലൈ 16 വിസ വന്നത്. അപ്പൊ എല്ലാവരും പൊതുവെ പറയുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാൽ 15 ദിവസം മാക്സിമം, അത് കഴിഞ്ഞാൽ വിസ എന്തായാലും കിട്ടുമോ അല്ലെങ്കിൽ ക്യാൻസൽ ആയി പോവോ എന്തെങ്കിലും ചെയ്യും. അപ്പൊ ജൂലൈ 15 കഴിഞ്ഞു. അപ്പോഴേക്കും എനിക്ക് ഉറപ്പായി ഓക്കെ ഇത് എനിക്കുള്ളതല്ല. അപ്പൊ അതിന്റെ പുറകെ തന്നെ ഞാൻ ന്യൂസിലൻഡില് യൂക്കോൾ എന്ന് പറഞ്ഞ കോളേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു PT സ്കോർ വന്നപ്പോ തന്നെ. അതേപോലെ തന്നെ UK ഒരു ഇന്റർവ്യൂവും കൂടി അറ്റൻഡ് ചെയ്ത് ഞാൻ വെച്ചേക്കുവായിരുന്നു. കാരണം പ്ലാൻ A ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പ്ലാൻ B യൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഞാൻ ഇതിന്റെ കൂടെ തന്നെ പോകുന്നുണ്ടായിരുന്നു. എങ്കിൽ കൂടി എന്റെ മെയിൻ ലക്ഷ്യം ഓസ്ട്രേലിയ തന്നെയായിരുന്നു. എന്റെ അല്ല, എന്റെയും എന്റെ ഫാമിലിയുടെയും. അപ്പൊ അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയിലോട്ട് എനിക്ക് വിസ കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒന്നും ഉറപ്പില്ലാത്ത ഒരു ഇതായതുകൊണ്ട് തന്നെ ഞാൻ ഒരു സാധനങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അക്കോമഡേഷന്റെ കാര്യങ്ങൾ നോക്കുകയോ ഇവിടത്തെ കാര്യങ്ങൾ നോക്കുകയോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ
എന്താ ഞാൻ വന്നത് തന്നെ എനിക്ക് ഭയങ്കര ഹറിബറിയിലാണ് ഞാൻ ഇവിടെ എത്തിയത്. 16th വിസ വന്നെങ്കിൽ 17th ഞാൻ എൻ്റെ ഏജൻസിയിൽ എന്തോ പേപ്പർ വർക്ക്സോ അതെയോ അവരോട് സംസാരിക്കാനോ എന്തോ ആയിട്ട് പോയി. എന്നിട്ട് എറണാകുളത്ത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ടിക്കറ്റ് എടുക്കണതും. 19th രാത്രി ഞാൻ നാട്ടിൽ നിന്ന് വരും, 20th ഓസ്ട്രേലിയയിൽ എത്തും എന്നുള്ള രീതിയിൽ ടിക്കറ്റ് എടുത്തു. അക്കോമഡേഷൻ സെറ്റ് ആക്കിയിട്ടില്ല, ഒന്നും ആക്കിയിട്ടില്ല. അപ്പൊ ഇനി സാധനങ്ങൾ എന്തൊക്കെയോ ആ സമയത്ത് എന്തൊക്കെയോ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ പലരും എന്നെ സഹായിക്കാനുണ്ടായിരുന്നു കേട്ടോ. ജാക്കറ്റ് ഒക്കെ എനിക്ക് കിട്ടിയത് ഞാൻ വരുന്ന അന്നാണ് എൻ്റെ കയ്യിൽ എൻ്റെ ജാക്കറ്റ് വരെ കിട്ടുന്നത് ഇങ്ങോട്ട് വരാനുള്ള. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എങ്ങനെയൊക്കെയോ ഗോൾഡ് കോസ്റ്റിലുള്ള ക്യൂൻസ്ലൻഡിൽ എന്നുള്ള ഒരു സ്ഥലമാണ് ഗോൾഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ഗോൾഡ് കോസ്റ്റിലുള്ള ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെ വിളിച്ചിട്ട് എനിക്കൊരു അക്കോമഡേഷൻ താൽക്കാലികമായിട്ട് സെറ്റാക്കി തന്നു. അപ്പൊ എനിക്ക് ജൂലൈ 20th ഞാൻ ഇവിടെ എത്തുമെങ്കിൽ എനിക്ക് സോറി ഗൈസ്, ഞാൻ ഇത്ര നേരം ജൂലൈ എന്ന് പറഞ്ഞെങ്കിൽ ഐ എം റിയലി സോറി. ജൂൺ 20th എനിക്ക് ഞാനിവിടെ എത്തുന്നത്. ജൂൺ 16th എനിക്ക് വിസ വന്നു. ജൂൺ 20th ഞാൻ ഇങ്ങോട്ട് വന്ന് ജൂലൈ 5th എനിക്ക് കോഴ്സ് തുടങ്ങിയത് കേട്ടോ, ക്ലാസ് തുടങ്ങിയത്. സോറി, ഒരു ചെറിയ മിസ്റ്റേക്ക്. അപ്പോൾ ജൂൺ 20th ഞാൻ ഇവിടെ എത്തുന്നതെങ്കിലും ജൂലൈ 5th എനിക്ക് ക്ലാസ് തുടങ്ങുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ 2 weeks ഗ്യാപ്പിൽ എനിക്ക് ഒരു അക്കോമഡേഷൻ ടൂംബയിൽ സെറ്റ് ആക്കണമായിരുന്നു. അപ്പൊ ഈ ഗോൾഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ടൂംബ വരെ ഒരു 3 hour ജേർണി ഉണ്ട് കാറിൽ. അപ്പൊ എന്നും പോയി വരാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ക്ലാസ്സില്. അതുകൊണ്ട് എനിക്ക് ടൂംബയിൽ ഒരു അക്കോമഡേഷൻ എടുത്തേ മതിയാവൂ. അതിന് വേണ്ടിയിട്ട് ഈ 2 weeks ടൈം ഫ്രെയിമിൽ ഞാൻ ഉള്ള എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ അക്കോമഡേഷനും കാര്യങ്ങളും വിളിച്ചു ചോദിച്ചു. അങ്ങനെ പലവരുടെയും ഇതും ഹെൽപ്പും എല്ലാം കൊണ്ട് എനിക്ക് ഇവിടെ ഒരു അക്കോമഡേഷൻ സെറ്റ് ആകുകയും. അപ്പൊ ഞാൻ വന്നത് ഒറ്റയ്ക്കാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്ന ആ ദിവസം ജൂലൈ 1st ഞാൻ ടൂംബയിലെത്തി. അന്നാണ് എൻ്റെ കൂടെയുള്ള, നേരത്തെ വീഡിയോ നോക്കി നിങ്ങൾക്ക് കാണാം, എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സും ഞങ്ങളൊരു വീട്ടിൽ താമസിച്ചൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പൊ അത്രയും ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടത് ഈ ജൂലൈ 1st. അന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ച് അങ്ങനെയാണ് എനിക്ക് അക്കോമഡേഷൻ ശരിയായത്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്ത മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ, നാട്ടിൽ വെച്ചിട്ട് എനിക്ക് വിസ കിട്ടാതിരിക്കോ അത് രണ്ടാമത്തെ കാര്യം. ഞാൻ ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മളിവിടെ എന്താണ് നടക്കുന്നതെന്നും ഇവിടുത്തെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ശരിയാക്കാന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തം. ഇതൊന്നും ഞാൻ ചെയ്തില്ല. അപ്പൊ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ അക്കോമഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അടുത്തുള്ള സ്ഥലങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റുഡന്റ് വില്ലേജ് പോലത്തെ യൂണി വില്ലാസ് ഒക്കെ ഉണ്ടോ, അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യാം. അതൊക്കെ ഞാൻ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഈ വന്നിട്ട് പ്രളപ്പെടേണ്ട വരില്ലായിരുന്നു. ഞാൻ ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഇങ്ങനെ 3 റെസ്റ്റ് കോളേജസ് ഉള്ളതും എനിക്കറിയാമായിരുന്നു ഹോസ്റ്റൽ ഉണ്ടെന്ന്. പക്ഷെ ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കാര്യമൊക്കെ ഞാൻ ചെയ്തത് ഈ ഗോൾഡ് കോസ്റ്റിൽ ഞാൻ വന്നതിന് ശേഷമാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നാട്ടിനെ ചെയ്യാം. ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ സ്റ്റുഡന്റ് വില്ലേജ് ഉണ്ട്. നമ്മുടെ ഞാനിപ്പോ പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് സദൺ ക്യൂൻസ്ലൻഡ് ടൂംബ ക്യാമ്പസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാട്ടോ. നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് 3 ക്യാമ്പസ് ഉണ്ട്, ടൂംബ, സ്പ്രിംഗ്ഫീൽഡ്, അതേപോലെ ഇപ്സ്വിച്ച്. ഞാനുള്ളത് ടൂംബയിലാണ്. അപ്പൊ ടൂംബയിലെ കാര്യങ്ങളാണ് ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ടൂംബ ക്യാമ്പസിൽ തന്നെ 3 കോളേജസ് ഉണ്ട്, എന്നുവെച്ചാൽ 3 അക്കോമഡേഷൻ ഹോസ്റ്റൽ പോലെ ഉണ്ട്. അപ്പൊ ഈ 3 എണ്ണത്തില് മക്ഗ്രിഗർ, സ്റ്റീൽറെഡ്, കോൺകനന്റ്. സ്റ്റീൽറെഡ് ആണ് ഏറ്റവും ചീപ്പർ. കോൺകനന്റ് അത്യാവശ്യം ഒരു എക്സ്പെൻസീവ് ആണ്, പക്ഷെ എങ്കിലും ചീപ്പർ സൈഡും അവിടെ ഉണ്ട്. പക്ഷെ കൂടുതലും മലയാളീസ് ഒക്കെ ഉള്ളത് സ്റ്റീൽറെഡും മക്ഗ്രിഗർ ആണ്, 3ാമത്തെ മക്ഗ്രിഗറിലും ആണ്. അപ്പോൾ അതിനൊക്കെ നേരത്തെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ലിസ്റ്റിൽ വന്ന് അങ്ങനെയാണ് നമുക്ക് ഇവിടെ അക്കോമഡേഷൻ കാര്യങ്ങൾ കിട്ടണത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നിലോട്ടും പോകുന്നില്ല, കാരണം ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ എന്തായാലും ഡീറ്റെയിൽ വേർഷൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്തതാണ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് എൻറോൾ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ മലയാളി ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ ഏത് കോണിൽ പോയാലും ഒരു മലയാളികൾ ഉണ്ടാവും എന്ന് പറയില്ലേ, പക്ഷെ ഇവിടെ ഒരു മലയാളികളല്ലേ, ഇവിടെ നിറച്ച് മലയാളികളാണ് ഗൈസ്. ഇവിടെ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഞാൻ വേറൊരു കേരളത്തിലാണോ വന്ന് പെട്ടേക്കണെന്ന്. കാരണം
ഇവിടെ കുറേ മലയാളീസ് ഉണ്ട്, ഇവരൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളവരാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആൾക്കാരോട് ചോദിക്കാം. ഉറപ്പായിട്ട് നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ മടിയുള്ള കൂട്ടത്തിലൊക്കെ ആണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഐക്കണക്ട് ടീമുണ്ട്. അവരെന്ന് വെച്ചാൽ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് മെയിൽ വരും, ക്ലാസ് എൻറോൾമെന്റ് സ്റ്റാർട്ട് ആവാറായി, ക്ലാസ് രജിസ്ട്രേഷൻ ചെയ്യാറായി, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മെയിൽ വരും. ആ മെയിൽ അനുസരിച്ച് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോവുക. ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഐക്കണക്ട് ടീംസ് ഉണ്ട്, അവരായിട്ട് സംസാരിക്കുക. അപ്പൊ അവര് നിങ്ങളെ ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് പുറമേ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ സംശയമുള്ള എപ്പോഴും യൂണിവേഴ്സിറ്റിയോട് ഹെൽപ്പ് വയ്ക്കുന്നതാണ് നല്ലത്. എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞുതരും. ഇവിടെ ആരോടും നിങ്ങൾ ഒന്നും ചോദിക്കാൻ മടിക്കണ്ട. ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ചെയ്യാം. അത്രയാണ്. എല്ലാം കഴിഞ്ഞിട്ട് അടുത്തൊരു ഘടകമാണല്ലോ ജോലി. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും നമ്മുടെ കയ്യിൽ ഒരു ജോലി എടുത്ത് തരില്ല. നമ്മൾ ഇറങ്ങണം. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ എന്താ പറയുക എഫേർട്ട് എടുത്താലാണ് നമുക്ക് ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ റെസ്യൂമേ ഞാൻ പല സ്ഥലത്തും ഡ്രോപ്പ് ചെയ്യാൻ പോയി. ഇപ്പൊ മോളിലാണെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും എല്ലായിടത്തും റെസ്യൂമേ കൊണ്ടേ കൊടുത്ത് പല റിജക്ഷൻസും വാങ്ങിച്ച് എങ്കിലും നമ്മൾ കൊടുത്തോണ്ടേയിരിക്കാം. ഇത് കൊടുക്കുന്നതിന് ഒരു കണക്കില്ല. നമ്മൾ മാക്സിമം റെസ്യൂമേ എല്ലാ സ്ഥലത്തും കൊടുക്കുക. പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് C3 സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഏജ് കെയറിലോ ഡിസബിലിറ്റിയിലോ ജോലി ചെയ്യാൻ പറ്റണ്ടായില്ല. ഞാൻ C3 ഇപ്പോഴും എടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ഒരു മെയിൻ ഫോക്കസ്. അപ്പോൾ റെസ്യൂമേ കൊടുത്തു, ഒന്നും വർക്കായില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം ഇവിടെ വന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നാട്ടിൽ പോയി. അപ്പൊ അത് ഞാൻ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി അറിയാം. ദുബായ് ഓസ്ട്രേലിയ ടു കേരള എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു പിന്നീട് പറയാം എന്തുകൊണ്ടാണ് പെട്ടെന്ന് വന്നെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ നാട്ടിൽ പോയത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കൊച്ചിനെ പിന്നെ നാട്ടിൽ വന്നതിന്റെ ആവശ്യം. ആക്ച്വലി നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഗൈസ്. അത് എനിക്ക് ഇവിടെ വന്നേപ്പിന്നെയാണ് മനസ്സിലായത്. ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് എന്നോട് പലരും പറഞ്ഞു, അയ്യോ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ്, നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല, നിങ്ങളത് എടുക്കണ്ടാട്ടോ, നിങ്ങൾ അവിടെ പോയാലും ഒരു കാര്യം ഉണ്ടാവില്ല, ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ പോകാനും ഇവിടെ പോകാനൊക്കെ ബസ്സിൽ പോയാൽ മതി, ജോലിക്ക് പോകാനും ഒക്കെ അങ്ങനെയാണ്, നിങ്ങൾ അതൊന്നും എടുക്കണ്ടാട്ടോ എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അതല്ല ഗൈസ് സത്യം. എന്റെ മിസ്റ്റേക്കാണ്, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും റിസർച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇതൊന്നും അല്ല. ഡ്രൈവിംഗ് ലൈസൻസ് ആക്ച്വലി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സ്റ്റുഡന്റ് വിസയിൽ ഇരിക്കുന്ന കാലം വരെ, നമ്മൾ സ്റ്റുഡൻസ് ആയിട്ട് ഇരിക്കുന്ന കാലം വരെ നമുക്ക് നാട്ടിലെ ലൈസൻസ് വെച്ചിട്ട് ഇവിടെ വണ്ടി ഓടിക്കാം. നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ തന്നെ ജോലിക്ക് പോകാനും ഒക്കെ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ടൂംബ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഈ ബസ്സും കാര്യങ്ങളും എപ്പോഴും ഉള്ള ഒരു സ്ഥലമല്ല ഇത്. വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴേക്കും എല്ലാ ബസ്സും സ്റ്റോപ്പ് ചെയ്യും. നമ്മുടെ സിറ്റി ഏരിയ ബ്രിസ്ബെയിൻ കാര്യങ്ങൾ ഇവിടുന്ന് 2 മണിക്കൂറുണ്ട് ഈ ബ്രിസ്ബെയിലോട്ട്. സിറ്റി ഏരിയയൊക്കെ ആണെങ്കിൽ പറഞ്ഞ പോലെ വൈകിട്ടൊക്കെ ബസ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 6 മണിയാകുമ്പോഴേക്കും എല്ലാവരും വീട്ടിൽ കയറി ഉറങ്ങുന്ന സമയമാണ്. അപ്പൊ പിന്നീട് മാക്സിമം ഇവിടുത്തെ ഒരു കട പോകുന്നത് ഒരു 9 മണി വരെയാണ്. അത് കഴിഞ്ഞാൽ ഒരു കടയില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് ടൂംബ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പരിധി കൂടുതൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാനും പറ്റില്ല ഇവിടെ. കാരണം എല്ലാവരും തിരക്കുള്ളവരല്ലേ. അപ്പൊ അവർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടും ആവരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയമായിട്ട് നമുക്ക് ജോലിക്ക് പോകാനും ഒക്കെ നമുക്കൊരു കാറ് ഇവിടെ വളരെ അത്യാവശ്യം തന്നെയാണ് കേട്ടോ. അപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരാനിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നാട്ടിലെ ലൈസൻസ് എടുത്ത് ഡ്രൈവിംഗ് പഠിച്ചിട്ട് വരിക. ഞാൻ ഈ 3 മാസം ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെ നാട്ടിൽ പോയി. പിന്നെ എൻ്റെ ആ ഒരു അൺലിമിറ്റഡ് ആയിട്ട് ജോലി ചെയ്യേണ്ട, നമുക്കിവിടെ 3 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കോഴ്സ് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിട്ട് എനിക്കൊരു 3 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ 3 മാസം ഞാൻ പിന്നെ നാട്ടിൽ പോയി നിന്ന് ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാർ എടുത്തു, ഡിസബിലിറ്റിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ എനിക്ക് ഡിസബിലിറ്റിയിൽ ഒരു ജോലി കിട്ടി. അപ്പൊ കാർ ഉള്ളത് കൊണ്ട് എനിക്കൊരു ജോലി കിട്ടുവാണ് ചെയ്തത്. അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ കാറ് ഇമ്പോർട്ടന്റ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ഈ സ്റ്റുഡന്റ് വിസ കഴിഞ്ഞ സ്റ്റുഡന്റ് കാലഘട്ടത്തിലാണ് നമ്മൾ നാട്ടിലെ ലൈസൻസ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. വേറൊരു ഗുണം കൂടി ഉണ്ട് ഇതില്. നമ്മൾക്ക് നാട്ടിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ
ഇവിടെ വന്ന് സ്റ്റുഡന്റ് വിസ തീരുന്നതിന് മുമ്പ് നമ്മൾ ക്യൂൻസ്ലാൻഡ് ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്ത് എടുക്കുവാണെങ്കിൽ ഡയറക്റ്റ് ഓപ്പൺ ലൈസൻസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാതെ. പക്ഷെ ടെസ്റ്റ് ഒക്കെ പാസ്സാവണം, എന്നിട്ട് നമുക്ക് ഓപ്പൺ ലൈസൻസ് ആയിട്ട് അതെടുക്കാം. ഇനി നമുക്ക് വേറെ നാട്ടിലെ ലൈസൻസ് ഇല്ലാത്തൊരു ആളുടെ കേസിലാണെങ്കിൽ പിന്നെയും ഇവിടുത്തെ പിള്ളേര് ചെയ്യുന്ന പോലെ എനിക്ക് പ്രൊസീജിയേഴ്സ് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ അതൊരു ലോങ് പ്രോസസ്സാണ്. 1 ഇയറോളം അത് വരും എന്ന് എനിക്ക് തോന്നുന്നു. 120 hours ആദ്യം കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ ഇത്ര അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ പി പ്ലേറ്റ് വെച്ച് ഓടിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ ലൈസൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ നാട്ടിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ എനിക്കിപ്പോ ക്യൂൻസ്ലാൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഡിസബിലിറ്റിയിൽ ജോലി കിട്ടിയ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ ജോലി കിട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് പറഞ്ഞു, നിന്റെ നിയമം മാറ്റി, ഇവിടുത്തെ നിയമം മാറ്റി, നിനക്ക് ഇനി നാട്ടിലെ ലൈസൻസ് വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ക്യൂൻസ്ലാൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. കാരണം ഞാൻ ഡ്രൈവിംഗ് ഒന്ന് പഠിച്ച് 3 മാസം കൊണ്ട് പഠിച്ച് ഇവിടെ വലിയ കുഴപ്പമില്ലാതെ ഒന്ന് ഓടിച്ചു തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരിക്കില്ല ഇവിടെ. എങ്കിലും ഞാൻ അതിന്റെ കാര്യങ്ങൾ ചെയ്ത് എന്തോ ഭാഗ്യത്തിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കിട്ടി. പേടിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് ലൈസൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലൈസൻസ് ഇവിടത്തെ കിട്ടുന്നവരെ നാട്ടിലെ ലൈസൻസ് വെച്ച് നമുക്ക് ഇവിടെ ഓടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ ലൈസൻസും ക്യാൻസൽ ചെയ്യും. ഇവിടെ നാട്ടിൽ ചെന്നിട്ട് ഓടിക്കാം, പക്ഷെ ഇവിടെ നമുക്ക് പിന്നെ നാട്ടിലെ ലൈസൻസ് വെച്ചിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. നമുക്ക് കാറേ ഓടിക്കാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ ഉള്ള ജോലിയും കൂടി പോകും. ഞാൻ കാറ് വാങ്ങിച്ചു, അപ്പോൾ മൊത്തം ഞാൻ പെടും. പിന്നെ നമുക്ക് അടുത്ത ഡേറ്റ് കിട്ടി നമുക്ക് കിട്ടുന്ന വരെ കാറ് പിന്നെ ഓടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ശരിക്കും പേടിച്ചു. പക്ഷെ ദൈവം സഹായിച്ച് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ലൈസൻസ് കിട്ടി. അങ്ങനെ ക്യൂൻസ്ലാൻഡ് ഡ്രൈവിംഗ് ലൈസൻസും കിട്ടി ഗൈസ്. അടുത്ത കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ആകെ ചെയ്യാത്തൊരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ C3 സർട്ടിഫിക്കറ്റ് ഞാൻ നാട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നില്ല. പലരും ചെയ്ത് കണ്ടിട്ടുള്ള കാര്യമാണ്. നാട്ടിൽ നിന്ന് C3 സർട്ടിഫിക്കറ്റ് എടുത്ത് അവിടെ പ്ലേസ്മെന്റ്, നാട്ടിൽ പ്ലേസ്മെന്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ വെക്കും. C3 ഉണ്ടെന്ന് കാണുമ്പോൾ ഇവര് നമ്മളെ വിളിക്കും, നിങ്ങൾ പ്ലേസ്മെന്റ് ഇവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യും അവര്. കാരണം നമ്മുടെ നാട്ടിൽ നിന്നുള്ള C3 ഇതിക്ക് മുമ്പ് വരെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ ഒരു ബാച്ച് മുതൽ ഞാൻ കണ്ടിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് പ്ലേസ്മെന്റ് ചെയ്തു എന്നും പറഞ്ഞ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടത്തില്ല. അതിവിടെ വാലിഡ് അല്ല. നിങ്ങൾക്ക് C3 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ആഴ്ച പ്ലേസ്മെന്റ് ഇവിടത്തെ ഏജ് കെയറിൽ ചെയ്തിരിക്കണം. ആ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ C3 സർട്ടിഫിക്കറ്റ് വാലിഡ് ആകത്തുള്ളൂ. ആരൊക്കെ C3 സർട്ടിഫിക്കറ്റ് എടുക്കണം എന്ന് ഞാൻ പറയാം. നിങ്ങൾ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ C3 എടുത്തില്ലെങ്കിലും പ്രശ്നമല്ല. ഞാനിപ്പോൾ C3 ഒന്നും എടുക്കാതെ തന്നെ ഡിസബിലിറ്റിയിൽ ജോലി ചെയ്യുന്നുണ്ട്, ഏജ് കെയറിൽ ജോലി ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻറ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇനീഷ്യൽ ടൈമിൽ ഇവിടെ ഒന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. അതെന്താന്ന് വെച്ചാൽ നഴ്സിംഗ് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഏജ് കെയർ പ്ലേസ്മെന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ റെസ്യൂമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് മതി നിങ്ങൾക്ക് ഈ ഡിസബിലിറ്റിയിലും കാര്യങ്ങൾക്കും ഒക്കെ കയറാനായിട്ട്. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ റിക്വയർമെന്റ് ഉണ്ട്. പക്ഷെ എങ്കിലും C3 ഇല്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കയറാവുന്നതാണ്. ഇനിയിപ്പോ C3 എടുക്കേണ്ട ആൾക്കാര് നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ലാത്തവര് C3 എടുക്കുവാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഡിസബിലിറ്റിയിലും ഏജ് കെയറിലും ഒക്കെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവര് C3 എടുക്കാം. ഈ C3 എടുക്കുമ്പോ ഇവിടെ വന്നിട്ട് C3 എടുത്ത് അതേപോലെ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഏജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്ത്, ഇവിടെ കുറെ മലയാളി ഏജൻസീസ് ഉണ്ട് കേട്ടോ C3 ചെയ്യുന്നവര്, അവരെ കോൺടാക്ട് ചെയ്ത് അതിന്റെ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ഇവിടത്തെ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഏജ് കെയറിൽ പ്ലേസ്മെന്റ് ആപ്ലിക്കേഷൻ വെച്ച് അങ്ങനെ നിങ്ങൾ പ്ലേസ്മെന്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ C3 സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പൊ അതൊക്കെയാണ് ജോലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇഷ്ടംപോലെ ഏജ് കെയറും ഉണ്ട് കേട്ടോ. ഏജ് കെയർ ഉണ്ട്, ഇഷ്ടംപോലെ ഡിസബിലിറ്റീസ് ഉണ്ട്. കാറുണ്ടെങ്കിൽ ഡിസബിലിറ്റിയിൽ കിട്ടാനുള്ള പ്രയോറിറ്റി കൂടും. അങ്ങനെ കുറെ സ്ഥലമുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് എഫേർട്ട് ഇടുക, നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങുക, ഇരുന്ന് അപ്ലൈ ചെയ്യുക, റെസ്യൂമെ കൊണ്ടേ കൊടുക്കുക, തീർച്ചയായിട്ടും ജോലി കിട്ടും. അങ്ങനെ ഭയങ്കര ടഫൊന്നും അല്ല. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ ജോലി കിട്ടാതിരിക്കില്ല. ഓക്കെ, അങ്ങനെ ഇനി അടുത്ത കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ ഉള്ള സാധനങ്ങള്
ആർക്കും ഒരു ഐഡിയ ഇല്ല എന്തൊക്കെ കൊണ്ടുവരണം, എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത്. കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒന്നും ഉപകാരമുള്ള സാധനങ്ങളില്ല, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുവാണെങ്കിൽ, ഞാനിവിടെ വന്ന സമയത്ത് ഭയങ്കര തണുപ്പാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാണ് കുറെ ഡെക്കാത്തലിൽ നിന്ന് വലിയ സോക്സും ഗ്ലൗസും തെർമൽസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം എന്റെ പെട്ടിയിലിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല സുരക്ഷിതമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പൊടിയൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് തേച്ച് മടക്കി എൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഒരാവശ്യമില്ല ഗൈസ്. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ സ്ഥലത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ വിചാരിച്ചു ഭയങ്കര മഞ്ഞൊക്കെ പെയ്യുന്ന സ്ഥലം, വെറും തോന്നല. ഇവിടെ എന്താന്ന് വെച്ചാല് ഓക്കെ, അപ്പോ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ എന്താന്ന് മെയിൻ ആയിട്ട് വേണ്ട എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള മെഡിസിൻസ് അതൊരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് കണ്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ കയ്യിൽ വെക്കാൻ മറക്കല്ലേ. പ്രിസ്ക്രിപ്ഷൻ ഒക്കെ വാങ്ങിച്ച് മെഡിസിൻസ് ആവശ്യമുള്ളത് വാങ്ങിച്ചിട്ട് വരാം. എന്ന് കരുതി കുറെ വാങ്ങിച്ചിട്ട് വന്നിട്ടും കാര്യമില്ല കേട്ടോ. എക്സ്പയറി ഡേറ്റ് ചെയ്തൊക്കെ നമുക്ക് എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള മെഡിസിൻസ് നിങ്ങൾ കയ്യിൽ വെക്കുക. കാരണം വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ഇൻകം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വെച്ചാൽ കുറച്ച് ഇതാണ് കാര്യം. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധിക്കുള്ള അതൊന്നും കവർ ചെയ്യത്തില്ല. മെയിൻ ആയിട്ട് വേണ്ടത് നിങ്ങളുടെ വൈറ്റമിനും അയണും ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, അതൊക്കെ ഡെഫിഷ്യൻസി ഇവിടെ താമസിക്കുന്ന മിക്കവർക്കും അയണും വൈറ്റമിനും ഒക്കെ ഭയങ്കര ഡെഫിഷ്യൻസി ഉള്ള ടീംസാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ വേണമെങ്കിൽ അതൊക്കെ വാങ്ങിച്ചിട്ട് വരിക. പിന്നീട് വേണ്ടത് ഇവിടുത്തെ ടെമ്പറേച്ചർ. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പൊ ടൂംബയിലാണെങ്കിൽ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു മാർച്ച് മുതല് ഓഗസ്റ്റ് പകുതി വരെയൊക്കെ നല്ല തണുപ്പുള്ള സമയമാണ്. ജൂലൈ ആണ് ഏറ്റവും തണുപ്പുള്ള മാസം. അതായത് ഇവിടുത്തെ ഇപ്പോ മിഡ് നൈറ്റ് ഒക്കെ 1 ഡിഗ്രിയാണ് ക്ലൈമറ്റ്. എന്നുവെച്ചാൽ മഞ്ഞ് മൂടിയ ഒരവസ്ഥ, നല്ല തണുപ്പാണ്. ഇപ്പൊ തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആൾക്കാര് അവരുടേതായ രീതിയിൽ സാധനങ്ങൾ വാങ്ങിക്കട്ടെ. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ തെർമൽസും കാര്യങ്ങളും വാങ്ങിച്ചിട്ട് പെട്ടിയിലാക്കി വെച്ചേക്കുന്നത്. പക്ഷെ ഓരോരുത്തരുടെയും ബോഡി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ചിലവർക്ക് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കുക. പിന്നെ സ്പ്രിംഗ് ആണ്, അപ്പോൾ നല്ല രസ ഫ്ലവേഴ്സ് ഒക്കെയുള്ള ഫെസ്റ്റിവലും അങ്ങനത്തെ കാര്യങ്ങൾ അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഫ്ലവർ ഷോ കാര്യങ്ങളൊക്കെ വന്ന് ആ സമയത്താണ് മെയിൻ ആയിട്ട് ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നതും. നല്ല രസമാണ് ആ സമയത്ത്. ഇവിടെ ടൂംബ ഫുൾ കാണാൻ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചൂടങ്ങ് തുടങ്ങുകയാണ്. ഡിസംബർ ഒക്കെ ഇവിടെ പൊരിഞ്ഞ ചൂടാണ് ഗൈസ്, ഭയങ്കര ചൂടാണ്. പിന്നെ നാട്ടിൽ നിന്ന് നമുക്ക് ചൂടൊന്നും വലിയ വിഷയമല്ല, പക്ഷെ എങ്കിലും അത്യാവശ്യം ചൂടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ. നിങ്ങൾ വരുമ്പോൾ കൂടുതലായിട്ടും ട്രഡീഷണൽ വെയർസ് കൊണ്ടുവരാൻ നോക്കുക. ഇവിടെ പല പല പരിപാടികൾ ഉണ്ടാകും. അതായത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും നാട്ടിലെ കുറേ പരിപാടികളൊക്കെ നമ്മൾ മിസ് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് മലയാളി അസോസിയേഷൻ ഉണ്ട്, അതിലൊക്കെ വന്ന് ജോയിൻ ചെയ്യുക, കുറച്ച് കണക്ഷൻസ് ഒക്കെ വെക്കുക. അങ്ങനെ മലയാളി അസോസിയേഷനിൽ ചേർന്നുകൊണ്ട് അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇവിടെ. ആ സമയത്തൊക്കെ നമുക്ക് ട്രഡീഷണൽ വെയർസ് ഇവിടെ കിട്ടില്ല, നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല നമ്മുടെ നാട്ടിലെ പോലത്തെ ഉള്ള ഡ്രസ്സുകളൊന്നും. അപ്പൊ അതൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് 2-3 ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ വന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് അത് നല്ലതായിരിക്കും. കാരണം അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ കൂടുതലായിട്ടും ലൈറ്റ് കളേഴ്സ് ആണ് ഇവിടെ ഉള്ള ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്ത് ഞാൻ കണ്ടേക്കുന്നത്. പിന്നെ ബ്ലാക്ക്, വൈറ്റ് അങ്ങനത്തെ കളർ. ഇപ്പൊ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ ബ്ലാക്ക് ആണ് മെയിൻ ആയിട്ട്. ബ്ലാക്ക് ടീഷർട്ട്, ബ്ലാക്ക് പാന്റ്, അങ്ങനെയാണ് ജോലി സ്ഥലങ്ങളിൽ മിക്കതും പോകുന്നത്. അപ്പോ നമ്മളുടെ നാട്ടിലുള്ള കളേഴ്സ് ഒന്നും മെയ്ബി ഇവിടെ കിട്ടണമെന്നില്ല. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ടൈപ്പ് കളേഴ്സ് ഒക്കെ കുറച്ച് എന്താ പറയാ പർച്ചേസ് ചെയ്യുക. പിന്നെ അത്യാവശ്യത്തിന് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാം, അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ മാത്രം. പിന്നെ പാത്രങ്ങളായിട്ട് ഒരു സോസ് പാൻ, ഒരു 2 സ്പൂൺ, ഒരു പ്ലേറ്റ്, ഒരു ഗ്ലാസ്, പിന്നെ ഒരു കുക്കർ അത്യാവശ്യമാണ്. കുക്കർ എന്തായാലും കൊണ്ടുവരണേ, അത് മറക്കല്ലേ. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാം. അതാവുമ്പോ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഓടിപ്പിടിച്ച് സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും നടക്കണ്ട. ദൈവം സഹിച്ച് ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരാ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാനിവിടെ വന്നിട്ട് മെയിൻ ആയിട്ട് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ അക്കോമഡേഷൻ നോക്കിയില്ല. അപ്പൊ നിങ്ങൾ ഇനി വരുന്ന ആൾക്കാരാണെങ്കിൽ അക്കോമഡേഷൻ കാര്യങ്ങൾ ശരിയാക്കി വെക്കുക. അതേപോലെ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ കൊണ്ടുവരിക. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി ഓരോന്നും ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും സത്യം പറയട്ടെ, ഇവിടെ വന്ന് നമ്മള് ഇൻഡിപെൻഡന്റ് ആകുമ്പോ അതൊരു വേറെ ഫീലാണ് ഗൈസ്.
നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തമായിട്ട് ഇൻകം ഉണ്ടാക്കാൻ തുടങ്ങും, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സ്വയമായിട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൗഡ് ഫീലിംഗ് അല്ലേ നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കലും ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അടിപൊളിയാണ്, എനിക്ക് കഷ്ടപ്പാടും ഉണ്ട്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ചെയ്ത മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എൻ്റെ കറന്റ് ലൈഫും അടിപൊളിയായിട്ട് പോകുന്നു. ചൂമ്പയിലെ വിശേഷങ്ങളും ഇവിടുത്തെ റെന്റും റെസ് കോളേജിലെ റെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് സെക്ഷനിൽ അത് അറിയിക്കുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാം പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ പറയുക. ഞാൻ എന്തായാലും എനിക്കറിയാവുന്ന എൻ്റെ അറിവുകൾ വെച്ചിട്ട് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇച്ചിരി സംസാരം എനിക്ക് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ ബോറടിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. എന്നായാലും അത്രേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളോടൊപ്പം ബൈ.